ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഹൈലൈറ്റ് മോളിൽ പോയാലോ? അയ്യോ, അങ്ങനെയല്ലേ തുടങ്ങുന്നത്? ഗൈസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോ എടുക്കാത്തത്. സത്യം പറഞ്ഞ റീസൺ ഇതാണ്. തുടങ്ങും, ചിരിച്ചു കൊണാക്കും, നിർത്തും, അതാണ് സംഭവം. ഇപ്പൊ നമ്മള് കോളേജില് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച ഹൈലൈറ്റ് മോൾ വരെ പോകാൻ. വെറുതെ കാര്യമില്ല, പെട്രോൾ കളയാൻ. അപ്പം നമുക്ക് പോയിട്ട് വരാം ഗൈസ്. അപ്പം നമ്മളിവിടെ ഹൈലൈറ്റ് മോൾ എത്തി ഗൈസ്. ഇവിടെ തൃശ്ശൂരാണ് പുതിയ ഹൈലൈറ്റ് മോൾ. നമ്മളിപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് അകത്തോട്ട് വരുവാണ്. ചുമ്മാ വന്നതാ, എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അതെ, ഇവളാണ് എൻ്റെ കരു, ഇവളാണ് എൻ്റെ അസിസ്റ്റൻറ്റ് ഗൈസ് എല്ലാത്തിനും. അതല്ലാതെ നമ്മൾക്ക് ഒന്നുമില്ല. ചുമ്മാ വീഡിയോയിൽ മോൾ കാണിക്കും. ചലഞ്ച് കാണാറില്ല ഇപ്പം ഗൈസ്. ഇവിടെ ആരെങ്കിലും ഫുഡ് ചലഞ്ചിനൊക്കെ ഉണ്ടായിരുന്നു, വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവിടെ കിടക്കുന്ന വണ്ടിയിൽ അലീസയ്ക്ക് കയറണം. ഗൈസ്, കോളേജിൽ നിന്ന് ഇറങ്ങിയ വെറും പട്ടിക്കൊലമാണ്. അതുകൊണ്ട് പ്ലീസ് എക്സ്ക്യൂസ്. അല്ലെങ്കിൽ നമ്മൾ പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല, അതാണ്. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മോളിലെത്തി. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഒരു തേങ്ങ ഒരു ഇതില്ലാതെ വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐഡിയ ഇല്ലാതെ ഒരു മോളിൽ അങ്ങോട്ട് പോയതാ. അതെ, ഇപ്പം ഈ വഴി അങ്ങോട്ട് പോയതോളൂ. ഇപ്പം തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോവുക. ഗൈസ്, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് എല്ലാവരും നോക്കുന്നുണ്ട്. നടക്കൂല, ഞാൻ വേറെ ഇവളും ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാതെ നടക്കുമെന്നാണെങ്കിൽ ഇവള് പറഞ്ഞു. ഇതൊന്നും നമ്മൾ വകവയ്ക്കാൻ പാടില്ല, കാരണം അതങ്ങനെയാണ്. ഇവരെയൊന്നും നമ്മൾ പിന്നെ കാണുന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? വീഴരുത്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുക. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, കയ്യിൽ 5 പൈസ ഇല്ല. ഹൈപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാം. എന്തെങ്കിലും സാധനത്തിന്റെ വിലയെങ്കിലും അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെ, നമ്മളെപ്പോഴും വില നോക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, അല്ലാതെ അത് മേടിക്കാറില്ല. മേടിക്കും എപ്പോഴെങ്കിലും. നമുക്കിനി ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാം. അതെ ഗൈസ്, ഈ ഒരൊറ്റ സാധനം മേടിക്കാനാണ് നമ്മൾ ലുലുവിൽ വന്നത്. നമുക്ക് പോലുമില്ല ഈ സൺലൈറ്റിൻ്റെ സോപ്പ് പൊടി. ഗൈസ്, ഇത് വേറെ മറ്റ് സോപ്പ് പൊടിയേക്കാളും വിലക്കുറവാണ്. സോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ഒരു ഫ്രീ അഡ്വർടൈസ്മെൻറ്റ് ഫോർ സൺലൈറ്റ്. ഇനി നമുക്ക് കണ്ടീഷണർ നോക്കണം. അതും നമുക്കല്ല, വേറെ ഒരു കുട്ടിക്കാണ്. കണ്ടീഷണറുണ്ട്. ഗൈസ്, സീരിയസ്ലി നമ്മളിവിടെ ഹൈലൈറ്റ് മോളിൽ വന്നിട്ട് നമ്മൾ ഒരു സൺലൈറ്റിൻ്റെ സോപ്പ് പൊടി, ഒരു കണ്ടീഷണറും മേടിക്കാനാണ് ഇവിടം വരെ വന്നത്. എന്നിട്ട് സൂപ്പർ മാർക്കറ്റിലുണ്ട്, അങ്ങനെ നമ്മളിവിടെ വന്നു. കാരണം റിച്ച് ആയതുകൊണ്ട് റിച്ച് കളികൾ മാത്രം. ഇവിടെ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബില്ല് പേ ചെയ്തപ്പോഴത്തേക്ക് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് കാണിച്ച് ഡിക്ലൈൻ ആയി. അത്ര റിച്ചാണ് നമ്മൾ. അതൊന്നും നമ്മൾ പറയുന്നില്ല, എന്നാലും ഓക്കെ. അപ്പം നമ്മളിനി അടുത്തത് എവിടെ നമ്മളപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഉണ്ട്, ബർഗർ, മറ്റേ ചീസി ബർഗർ. നമ്മൾ അടുത്തത് തൃശ്ശൂർക്ക് പോകണമെന്നാണ്. അതിനുള്ളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താവും നമ്മളൂടെ. അപ്പം നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് ആവും. എന്നാലും നമ്മൾ ബർഗർ തിന്നാൻ പോകാൻ. ഓക്കെ, നമുക്കിനി ബർഗർ ഷോപ്പിൽ വെച്ച് കാണാം. ഞങ്ങൾ ഫിൽമോറിൽ വന്ന് ബർഗർ കഴിക്കുന്നു. യമ്മി യമ്മി. ഫിൽമോറിലെ ബർഗറിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അവതരിപ്പിക്കുന്നു PJ ഹൗസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സീരിയസ്ലി ഗൈസ്, അടിപൊളിയാണ്. ഞാൻ ഇവിടുത്തെ ഒരു ഫാനാണ് ഇവിടുത്തെ ഷേക്കുകളുടെ. ഭയങ്കര വിലക്കുറവാണ്, 60 rupees ഒക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. സത്യം പറഞ്ഞാൽ മഴ നനഞ്ഞ് കുളിച്ചാണ് വന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും കിട്ടിയില്ല. സോ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗൈസ്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ അടുത്ത നമ്മുടെ വെറുപ്പിക്കലുമായിട്ട് ഞങ്ങൾ വരുന്നത്. ഓക്കെ ബൈ. ഓക്കെ ബൈ ഗൈസ്.